അനീഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? ഞാൻ ഇതിന്റെ ഇപ്പുറത്താ, അവിടുന്ന് കടക്കാൻ ഇനിയിപ്പുറത്താണ് പാട്ടും ഇങ്ങോട്ട് വന്നാ പിന്നെ വരാൻ നിൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ക്യാമ്പസിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറത്ത് വലിയ പ്രതിഷേധം ആണ് ഇപ്പോൾ SFIയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ ചടങ്ങ് സുഗമമായി പുരോഗമിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചടങ്ങ് കൃത്യമായി എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് SFIയുടെ പ്രതിഷേധം? അഭിലാഷ് ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്തുള്ള സെമിനാർ കോംപ്ലക്സിലാണ് ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ചടങ്ങിൽ പ്രത്യേകിച്ചൊരു അലോസരം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറുവശത്ത് പ്രവർത്തകർ ഈ സെമിനാർ ഹാൾ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണോ അനീഷ്? സെമിനാർ ഹാൾ ക്യാമ്പസിനകത്ത് തന്നെയാണ്. നിലവിൽ ഗവർണർ തങ്ങുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏതാണ്ട് 50 മീറ്റർ മാത്രം ദൂരെയുള്ള, അല്ലെങ്കിൽ വളരെ അടുത്ത് നടക്കാൻ പറ്റുന്ന ദൂരം മാത്രമുള്ള അടുത്താണ് ആ സെമിനാർ ഹാൾ ഉള്ളത്. അത് വളരെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഒരു ദൂരേക്ക് പോകേണ്ട, അവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ മാറിയാണ് പരീക്ഷാ ഭവൻ. ആ പരീക്ഷാ ഭവന് അടുത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഈ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തന്നെ മുദ്രാവാക്യ മുഴുവനുമായി ഇവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തൊട്ടു മുമ്പ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ മുദ്രാവാക്യം നടത്തുന്നതിന് തൊട്ടു മുമ്പ് പാട്ടുകളും മറ്റും പാടിയൊക്കെയാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് ആ പാട്ടുകൾ മാറി കടുത്ത മുദ്രാവാക്യ നിലകളിലേക്ക് നീങ്ങുകയും കുറച്ച് അധികം പ്രവർത്തകർ പുറത്തേക്ക് ബാരിക്കേഡുകൾ ഭേദിച്ച് പെൺകുട്ടികൾ അടക്കമുള്ളവർ പുറത്തേക്ക് ചാടുകയുമായിരുന്നു. അവർ ഈ പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള നീക്കം നടത്തിയെങ്കിലും പോലീസ് അവരുടെ പുറകെ പോയി പിടികൂടി ഈ വാഹനത്തിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു വശത്ത് ഈ വലിയ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും മറ്റുമൊക്കെ പോലും കുട്ടികൾ ഈ ബാനറുകളും ഉയർത്തി നിൽക്കുന്നുണ്ട്. ക്യാൻറ്റീന് സമീപം, ഈ സെമിനാർ കോംപ്ലക്സിനോട് അടുത്ത ക്യാൻറ്റീന് സമീപവും കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ കാട് വഴി അകത്തേക്ക് ചാടാനുള്ള ഒരു നീക്കം നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.